വെൽക്കം ടു വണ്ടർ ബി. കൂട്ടുകാരെ, നമുക്കിന്ന് നീലക്കുറുക്കന്റെ കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. ഭക്ഷണം തേടി നടക്കുന്നതിനിടയിൽ രാത്രിയായപ്പോൾ അടുത്തുള്ള പട്ടണത്തിൽ എത്തിച്ചേർന്നു. പട്ടണത്തിലെ തെരുവു നായ്ക്കൾ അവനെ കണ്ടതും പിന്നാലെ ഓടിച്ചെന്നു. നായ്ക്കളെ പേടിച്ച് കുറുക്കൻ ഓടടാ ഓട്ടം. ഓടിച്ചെന്ന് കയറിയത് വസ്ത്രങ്ങളിൽ ചായം മുക്കുന്ന ഒരാളുടെ വീട്ടിലാണ്. നായ്ക്കളെ പേടിച്ച് അവൻ ഒരു വീപ്പയിൽ കയറി ഒളിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചയ്ക്കാണ് കുറുക്കൻ പുറത്തിറങ്ങിയത്. കാട്ടിലെത്തിയ അവനെ കണ്ട് ചങ്ങാതിമാരായ കുറുക്കന്മാർ പേടിച്ചോടാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ കുറുക്കൻ പുഴയിൽ വെള്ളം കുടിക്കാൻ ചെന്നു. പുഴയിൽ തന്റെ രൂപം കണ്ട് കുറുക്കൻ പേടിച്ചുപോയി. ഒരു നീലക്കുറുക്കൻ. പെട്ടെന്ന് കുറുക്കന് കാര്യം മനസ്സിലായി. ഇന്നലെ രാത്രി കഴിച്ചുകൂട്ടിയ നീലച്ചായം നിറച്ച തൊട്ടിയിലെ ചായം ശരീരം മുഴുവൻ പരന്നിരിക്കുന്നു. തന്റെ നീലരൂപം കണ്ട് പേടിച്ചാണ് മൃഗങ്ങൾ ഓടിപ്പോയത്. സൂത്രക്കാരനായ കുറുക്കന്റെ മനസ്സിൽ ഒരു ആശയം തോന്നി. നീലജന്തുവിനെ കണ്ട് ഓടിപ്പോകുന്ന മൃഗങ്ങളോട് അവൻ പറഞ്ഞു, വരൂ വരൂ, നിങ്ങൾ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? ഈ കാട്ടിൽ ഒരു രാജാവില്ലെന്ന് അറിഞ്ഞ് ഇന്ദ്രൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. കാട്ടിൽ എന്റെ പേര് നീലരാജൻ എന്നാണ്. നിങ്ങളെല്ലാം എന്നെ സേവിക്കണം. എന്റെ ഈ കാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി ജീവിക്കാം. കാട്ടിലെ മൃഗങ്ങൾ എല്ലാം മൃഗരാജന്റെ വാർത്തയറിഞ്ഞ് നീലരാജന് മുന്നിൽ എത്തിച്ചേർന്നു. രാജാവേ, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് കൽപ്പിച്ചാലും? മൃഗങ്ങളുടെ രാജാവായ സിംഹം പറഞ്ഞു. നീലരാജൻ സിംഹത്തെ പ്രധാനമന്ത്രിയും പുലിയെ കൊട്ടാരം കാവൽക്കാരനും ആനയെ സ്വന്തം കാവൽക്കാരനും ആക്കി. കുറുക്കന്മാർക്ക് ഒന്നും നൽകിയില്ല. അവരെയെല്ലാം ആട്ടി ഓടിക്കുകയും ചെയ്തു. കുറുക്കന്മാർ സത്യം മനസ്സിലാക്കിയാലോ എന്ന് നീലരാജൻ പേടിച്ചു. ഇന്ദ്രന്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ വന്നത്. അനുസരിച്ചില്ലെങ്കിൽ ഇന്ദ്രന്റെ ശാപം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നീലരാജൻ മൃഗങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കും. അങ്ങനെ നീലക്കുറുക്കൻ രാജാവായി സുഖമായി ജീവിക്കുന്ന കാലം. ഒരു രാത്രി കൊട്ടാരത്തിന്റെ പരിസരത്ത് നിന്നും കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം അവൻ കേട്ടു. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു കുറുക്കൻ. കുറെ നാളായി കേൾക്കാത്ത ഓരിയിടൽ ശബ്ദം കേട്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. മതിമറന്നുകൊണ്ട് നീലരാജൻ ഓരിയിടാൻ തുടങ്ങി. ഓരിയിടൽ കേട്ടുവന്ന പുലിയും സിംഹവും ഇത്രയും കാലം രാജാവായി തങ്ങൾ സേവിച്ചിരുന്നത് ഒരു കുറുക്കനെയാണെന്ന് ആ നിമിഷം തിരിച്ചറിഞ്ഞു. സിംഹം അലറി, ഈ വഞ്ചകനെ വെറുതെ വിടരുത്. ആന പറഞ്ഞു, ഈ നുണയനെ വെറുതെ വിടരുത്. കുറുക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വർഗത്തിന് അപമാനമുണ്ടാക്കിയ കള്ളനെ വെറുതെ വിടരുത്. ഇത് കേൾക്കേണ്ട താമസം പുലി കുറുക്കന്റെ മേൽ ചാടി വീണു. അങ്ങനെ നീലക്കുറുക്കന്റെ കഥ കഴിഞ്ഞു. എങ്ങനെയുണ്ട് സൂത്രക്കാരനായ നീലക്കുറുക്കന്റെ കഥ? ഇഷ്ടമായോ കൂട്ടുകാർക്ക്?